പ്രിയമുള്ളവരെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിലെ ഒരു പ്രധാന കണ്ണിയാണ് അമ്മ. യുഗാന്തരങ്ങളായി നിലനിൽക്കുന്ന അമ്മ, വാഴ്ത്തപ്പെടുന്ന അമ്മ. പ്രിയരെ, ഈ വർഷത്തെ മദേഴ്സ് ഡേ മെയ് 12-നാണല്ലോ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഓർക്കാനല്ല, വർഷത്തിലെ എല്ലാ ദിവസവും ഓർക്കാനും മാതാപിതാക്കളെ കരുതാനും ചേർത്ത് പിടിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു ദിവസം. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ബലഹീനതയിലും വാർദ്ധക്യത്തിലും ആവശ്യമായ കൈത്താങ്ങലുകൾ നൽകുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഓർമ്മ ദിവസമാണ് മദേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. വിഷ് യു എ ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ. മദേഴ്സ് ഡേയോടനുബന്ധിച്ച് ഞാൻ എഴുതിയ ഒരു കവിത ഇവിടെ പാടുവാൻ ശ്രമിക്കുകയാണ്. കവിതയുടെ പേര് സൃഷ്ടിയിലെ ഒരു മഹത്വം. കാലത്തിൻ്റെ തിരയൊഴുക്കിൽ തിരിഞ്ഞും മറിഞ്ഞും നീന്തിയും നീങ്ങി ഒരിക്കലും തളരാത്ത പ്രസരിപ്പിൽ ജന്മാന്തരങ്ങളിൽ ജീവിക്കുന്നമ്മ, ജന്മാന്തരങ്ങളിൽ ജീവിക്കുന്നമ്മ. പരാതിയോ പരിഭവമോ ഇല്ലാത്ത, എല്ലാം ഉള്ളിലൊതുക്കാൻ മറക്കാത്ത, പരിത്യാഗത്തിൻ്റെ പര്യായമായി ജീവിക്കുന്ന വലിയൊരു മഹത്വമാണെന്നും അമ്മ, വലിയൊരു മഹത്വമാണെന്നും അമ്മ. പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രകൃതിയുടെ എല്ലാ തൊട്ടുരുമുകളിലും നിരാശയിലും നെടുവീർപ്പിലും എന്നും തേജസ്സോടു നിൽക്കുന്ന അമ്മ, എന്നും തേജസ്സോടെ നിൽക്കുന്ന അമ്മ. സൃഷ്ടികളിലെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം അമ്മയ്ക്കു തന്ന അനുഗ്രഹിച്ച സൃഷ്ടാവേ, അങ്ങയുടെ വലിയ മഹത്വം വിളിച്ചോതുന്ന ഈ സൃഷ്ടിയെ എന്നും കാക്കേണമേ, ഈ സൃഷ്ടിയെ എന്നും കാക്കേണമേ. ഈ കവിത എഴുതി പാടിയത് തോമസ് ജോൺ, പകലോമറ്റം കുഴികണ്ടത്തിൽ, ന്യൂയോർക്ക്. ഈ കവിതയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.